ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നമ്മുടെ തമ്പിൽ കണ്ടതുപോലെ SLC എക്സാമിനേഷന് സോഷ്യൽ സയൻസിൽ എങ്ങനെ A+ നേടാം? നിങ്ങൾ എല്ലാവരും ഇപ്പൊ 2026-27 അക്കാദമിക് ഇയറിൽ SLC എക്സാമിനേഷൻ എഴുതുന്ന മക്കളായിരിക്കും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനുകളൊക്കെ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വെക്കേഷൻ ഒക്കെയാണ്, നമ്മുടെ 9th റിസൾട്ടുകളൊക്കെ പെൻഡിങ്ങിലൊക്കെയാണ്. അതൊക്കെ ശരിയാണ്. ബട്ട് എന്നിരുന്നാലും നമ്മളൊക്കെ എന്ത് ചെയ്തു, ഓൾറെഡി ഒരു പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ വർഷത്തെ അക്കാദമിക് ഇയർ 10ാം ക്ലാസ്സിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ നന്നായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ A+ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗത്തിന് ജിയോഗ്രഫിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേസമയം തന്നെ ഹിസ്റ്ററിയുടെ കാര്യം ഞാൻ കൂടെ തന്നെ പറഞ്ഞിട്ട് തരാം. സോഷ്യൽ സയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്തിട്ട് തരാം. മക്കളെ, ഇവിടെ മക്കൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 3 എക്സാംസുകളാണ് വരാനുള്ളത്. ആദ്യം ഓണം എക്സാമിനേഷൻ വരും, അത് നമ്മൾ വിളിക്കും ഫസ്റ്റ് ടേം എക്സാമിനേഷൻ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ വരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ തൊട്ട് മുമ്പായിക്കാണ്ട് മോഡൽ എക്സാം, ദെൻ അതുപോലെ തന്നെ മെയിൻ എക്സാം. അങ്ങനെയുള്ള 4 എക്സാംസുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു, സാറ് ഇതൊക്കെ അപ്പൊ നടക്കാനുള്ള കാര്യമില്ലേ? അടുത്ത മാർച്ചിൽ നടക്കാനുള്ള SLC എക്സാമിനെ കുറിച്ച് സാർ എന്തിനാ ഇപ്പൊ പറയുന്നത്? അടുത്ത ഫെബ്രുവരി സംസാരിക്കുന്ന എക്സാം, മോഡൽ എക്സാമിനെ കുറിച്ച് സാർ എന്തിനാ ഇപ്പോഴേ പറയുന്നത് എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു, അടുത്ത ആദ്യം നടക്കാനുള്ള ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, ഓണം എക്സാമിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് നടക്കാനുള്ള ക്രിസ്മസ് എക്സാമിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിനെ കുറിച്ചും എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് തന്നെ ഓണം എക്സാമിനേഷന്റെ കാര്യത്തിലേക്കോ. ഓണം എക്സാമിനേഷന് നമ്മുടെ ജിയോഗ്രഫിയുടെ ഭാഗവും അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ ഭാഗവും 2 ഏരിയാസ് ആയിട്ടുണ്ട്. അതിൽ ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് 3 ചാപ്റ്റേഴ്സുകളും ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് 3 ചാപ്റ്റേഴ്സുകളുമായിട്ട് ആകെ 6 ചാപ്റ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ 3 എന്നുള്ളത് നമ്മുടെ സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 എന്ന പ്ലാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ, 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റർ ഓണം എക്സാമിനേഷന് വേണ്ടി പഠിക്കും. അത് ഹിസ്റ്ററിയിലും 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റേഴ്സ് പഠിക്കും. ജിയോഗ്രഫിയിലെയും 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റേഴ്സ് പഠിക്കും. ബട്ട് അതൊരു പ്രശ്നമുണ്ട്. അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഓണം എക്സാമിനേഷന് നമ്മുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം, സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇറക്കുന്നതാണ് ഈ ഒരു അക്കാദമിക് ഇയറിൽ എങ്ങനെയാണ് ചാപ്റ്റേഴ്സുകളെല്ലാം മൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓണം എക്സാമിനേഷൻ നിൽക്കേണ്ടായിരിക്കുക ഹിസ്റ്ററിയിൽ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റേഴ്സ് തന്നെയാണ്, അതിൽ മാറ്റമില്ല. അഥവാ മാനവികത, ഹ്യൂമാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, സാമൂഹിക വിശകലനം, സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ അനാലിസിസ് ത്രൂ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷെ ഇവിടെ ഒരു വേരിയേഷനുള്ള മാറ്റമുള്ള സ്ഥലം ഇതാണ്. ജിയോഗ്രഫിയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 1, 2, 4 ചാപ്റ്റേഴ്സുകളാണ്. ഇവിടെ ഏതില്ല മക്കളെ, 3ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഓണം എക്സാമിനേഷന് ഉണ്ടായിരിക്കില്ല. ഇപ്പോഴേ അറിഞ്ഞു വെച്ചോ. എന്തിനാണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. നമ്മൾ 1, 2, 3 ഹിസ്റ്ററി പഠിക്കും, 1, 2, 3 ജിയോഗ്രഫി പഠിക്കും. എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് 4ാമത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണാം, 3ാമത്തെ ചാപ്റ്ററിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇതിന് ആദ്യമേ ഫോക്കസ് ചെയ്തേക്കാം. സ്കൂളിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കൂലേ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അഥവാ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം അവർക്ക് ഒരുപാട് ചാപ്റ്റേഴ്സുകൾ തീർക്കാനുണ്ടായിരിക്കും, ഒരുപാട് ഏരിയാസ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കും. സോ അതുകൊണ്ട് ചിലപ്പോൾ അവർ വേഗത്തിൽ എടുക്കുന്ന സമയത്ത് അവരോട് ഒന്ന് റിമൈൻഡ് ചെയ്യുക, മിസ്സേ 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററല്ലേ തീർക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ 3ാമത്തേന്ന് ജസ്റ്റ് മക്കൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്തി വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ 4ാമത്തെ ചാപ്റ്റർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മക്കൾക്ക് പറഞ്ഞത് 1ാമത്തെ ചാപ്റ്ററായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന വെതർ ആൻഡ് ക്ലൈമറ്റ് അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 ഒക്കെ നമ്മുടെ ആപ്പിൽ എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അസ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. 9954000800 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഒക്കെ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ചാപ്റ്റർ കാലാവസ്ഥാ മേഖലയും കാലാവസ്ഥാ മാറ്റവും എന്നുള്ള ക്ലൈമാറ്റിക് റീജിയൻ ആണ്, ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഓണം എക്സാമിനേഷൻ മാപ്പ് ക്വസ്റ്റ്യൻ ഇല്ല എങ്കിലും ക്രിസ്മസ് എക്സാമിനും മെയിൻ എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വേൾഡ് മാപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് വരാറുള്ളത്. അതുപോലെ 4ാമത്തെ ചാപ്റ്റർ ഇറ്റ്സ് ഫ്രം ദ എക്കണോമിക്സ് ഭാഗമാണ്. ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്നത് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പ്രാക്ടിക്കൽ ലെവൽ ചോദ്യങ്ങളൊക്കെ വരുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് വളരെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ കാണേണ്ടത്. ഇതാണ് നമ്മുടെ ഓണം എക്സാം. അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓണം എക്സാമിനേഷന്റെ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ഇയർലിയിലേക്ക് പോകുന്നു.
ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്. നമ്മുടെ ഓഗസ്റ്റിലായിരിക്കും ഓണം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതേസമയം ഡിസംബറിലാണ് ക്രിസ്മസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, ഈ 4 ചാപ്റ്റേഴ്സുകളും വരുന്നുണ്ട്. വെൽത്ത് ആൻഡ് ദ വേൾഡ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു 4, 5, 6, 7 ഈ 4 ചാപ്റ്റേഴ്സുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതേസമയം നമ്മൾ ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ ഇവിടെ നോക്കുക 3ാമത്തെ ചാപ്റ്റർ. കാരണം എന്താണ് 3ാമത്തെ ചാപ്റ്റർ ഓൺ എക്സാമിന് എടുക്കാത്തതാ, അത് നേരെ ക്രിസ്മസ് എക്സാമിനൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൺ എക്സാമിന് എടുത്തുകൊണ്ട് അവിടെ ഇല്ല. 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, ഇവിടെയും 3 ചാപ്റ്റേഴ്സുകളാണ് നമ്മുടെ ജിയോഗ്രഫിയുടെ ഭാഗത്ത് വരുന്നത്. ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ക്രിസ്മസ് എക്സാമിനേഷനും, പക്ഷെ അവിടെ നിന്നുള്ള പെർസെന്റേജ് എമൗണ്ട് കുറവായിരിക്കും. അഥവാ 30% ചോദ്യങ്ങൾ, ഒരു 30% ചോദ്യങ്ങൾ മാത്രമേ ഫസ്റ്റ് ടേമിന്റെ 1, 2, 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 1, 2, 4 ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷമുള്ള ഭാഗത്ത് നിന്ന് എന്താണ് ഏറ്റവും കൂടുതലായിട്ടാണ് ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത്. ഇത് ഏറ്റവും അവസാനത്തെ ടേമിൽ എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ജിയോഗ്രഫി ഹിസ്റ്ററിയിലാണെങ്കിൽ 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്റർ, ജിയോഗ്രഫിയിലാണെങ്കിൽ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്റർ ആണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ടോട്ടൽ 17 ചാപ്റ്റേഴ്സുകളാണ് നമുക്കുള്ളത്. ശ്രദ്ധിക്കണേ, ഈ പറയുന്ന വേർഡ് ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു വെച്ചോ. SSLC എക്സാമിനേഷനിലേക്ക് നോക്കുന്ന സമയത്തും SSLC മോഡൽ എക്സാമിനേഷനിലേക്ക് നോക്കുന്ന സമയത്തും 17 ചാപ്റ്ററുകളിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ SLCയിലേക്കോ മോഡലിലേക്കോ പോകുന്ന സമയത്ത് ഫസ്റ്റ് ടേം എന്നോ സെക്കൻഡ് ടേം എന്നോ തേർഡ് ടേം എന്നോ വിഭജിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വേർതിരിവ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റിലെ ചാപ്റ്റർ ഒന്നായിരിക്കും essay ക്വസ്റ്റ്യനൊക്കെ SLC എക്സാമിനേഷന് വരാറുള്ളത്. സോ അതുകൊണ്ട് അവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമുക്ക് ഓർമ്മയിൽ വേണം. സോ അറ്റ് ലാസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ചാപ്റ്റേഴ്സുകളും കഴിയുന്ന സമയത്ത് നമ്മൾ ആ ചാപ്റ്റേഴ്സിന്റെ എക്സാമുകൾ കഴിയുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. ഫസ്റ്റ് ടൈം കഴിഞ്ഞു അതോടുകൂടി ആ ഭാഗം തന്നെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും. സെക്കൻഡ് ടൈം കഴിഞ്ഞു അതോടുകൂടി ആ ഭാഗം തന്നെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും. ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി SLC എക്സാമിനേഷന് പറ്റില്ല എന്നത് ഇപ്പോഴേ അറിഞ്ഞു വെച്ചോ. 1ാമത്തെ ചാപ്റ്ററിന് കിട്ടുന്ന അതേ വെയിറ്റേജ് തന്നെ ഏതിനുണ്ടായിരിക്കും, ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിന് വരെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് വളരെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഷോർട്ട് നോട്ടുകൾ ഈ വർഷത്തെ SLC എക്സാമിനേഷന്റെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നോട്ടുകൾ എഴുതുന്നതായിരിക്കും. ആ നോട്ടുകൾ SLC എക്സാമിനേഷൻ അഥവാ 2027 മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന SLC എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് വേണ്ടതാണ്. അവിടുത്തെ മൈൻഡ് മാപ്പുകളും ഇൻസ്റ്റാളുകളും അത് വരെ നിങ്ങൾക്ക് വേണ്ടതാണ്. അതുകൊണ്ട് പേജുകൾ കംപ്ലീറ്റ് കേട് വരുത്തരുത്. നോട്ട്ബുക്കുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വൃത്തിയായിട്ട് മക്കൾ എന്ത് ചെയ്യുക, കൊണ്ട് നടക്കുക. അത് ഏറ്റവും അവസാനത്തേക്ക് വരെ കൊണ്ടുപോകണം. ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ഒഴിവാക്കി വെക്കരുത്. അതെല്ലാം തന്നെ എന്ത് ചെയ്യുക, വളരെയധികം സൂക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാം. അപ്പോൾ ഒരു ഏകദേശം സ്കീം ഓഫ് വർക്കും പ്ലാനൊക്കെ മക്കൾ കിട്ടിയില്ലേ. 1ാമത്തെ ചാപ്റ്ററിന് ഫസ്റ്റ് മുതൽ ഏറ്റവും എൻഡ് വരെ സെയിം വെയിറ്റേജ് കൊടുക്കുക. അത് ഒന്നിന് നല്ല എല്ലാ ചാപ്റ്റേഴ്സിനും ഒരിക്കലും ഒരു ചാപ്റ്റേഴ്സിനും ഒഴിവാക്കുകയോ മാറ്റി നിർത്തുകയോ മക്കൾ ചെയ്യരുത്. അതാണ് സോഷ്യലിൽ മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ മക്കൾ പേടിക്കൊന്നും വേണ്ട, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് സർ. എന്താണ് 9 ചാപ്റ്റേഴ്സ് ജിയോഗ്രഫിയിലും ഹിസ്റ്ററിയിലും 8 ചാപ്റ്റേഴ്സ് ജിയോഗ്രഫിയിലുമായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് 17 ചാപ്റ്റേഴ്സുകൾ ഉണ്ട് സർ. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാവുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും. മക്കൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ 3 പേരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു ഭാഗത്ത് അമീൻ സാറും ഒരു ഭാഗത്ത് ജയ് സാറും ആക്ച്വലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങൾ 3 പേരും നിങ്ങൾക്ക് അത് സെറ്റ് ആക്കിയിട്ട് തരും. സ്ഥലത്തിന് നിങ്ങൾക്ക് വിശ്വാസമല്ലേ, ഞങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഒരു പേടിയും പേടിക്കണ്ട, കൂടെ തന്നെ നിൽക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ട് ചോദിക്കുക. അതുപോലെ അസ്ട്രാ ബാച്ച് ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പയ്യെ നൽകുകയും ചെയ്യണം. സോ ടാറ്റാ ബൈ, സീ യു.